ഹലോ, ഇന്നൊവേഷൻ സ്റ്റഡിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഇതെല്ലാം എന്താണെന്നാണ്. ഓക്കെ, ഈ ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഓരോ കാലഘട്ടത്തുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളാണ്. ഇത് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും, അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള അതിന് ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. പക്ഷേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഹൈ ലെവൽ ലാംഗ്വേജാണ് ഏറ്റവും എളുപ്പം. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ലോ ലെവലാണ്, ഭയങ്കര പാടാണ് പഠിക്കാൻ. ഓക്കെ, ആ രീതിയിൽ ഓർത്തിരുന്നാൽ മാത്രം മതി. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് പോകുന്നു. ഇതാണ് ലോ ലെവൽ ലാംഗ്വേജ്. ഇത് ഫുള്ള് 1 0 1 0 ഇങ്ങനെ മാത്രമാണ് എഴുതുന്നത്. ഇത് പണ്ടത്തുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ലോ ലെവൽ ലാംഗ്വേജാണ്. ഇതിനെ മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. മെഷീൻ ലാംഗ്വേജ്, മെഷീൻ കോഡ് എന്നൊക്കെ രീതിയിൽ പറയുന്നു. പക്ഷേ ഇന്നും ഇതിന് ഈ മെഷീൻ ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് ഇപ്പോഴും നിലവിലുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള പ്രോഗ്രാം ലാംഗ്വേജുകൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഒരു കമ്പൈലർ യൂസ് ചെയ്ത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിനെ പറ്റി എന്തായിരിക്കും? അത് അത്യാവശ്യം നല്ല പാടായിരിക്കും. ഇത് ഇത്രയും കോഡൊക്കെ ഇട്ടേക്കുന്നത് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കാനായിട്ട്. ഇത് കാണുന്നത് പോലെ ഒരുപാടുണ്ട്. അങ്ങനെ വന്നതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ്. ഇത് 1s 0s ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൽഫബറ്റ്സ്, ആ വേർഡ്സ് കൂടുതലും ഇതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അതിന് മുമ്പുണ്ടായിരുന്ന മെഷീൻ ലാംഗ്വേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഇതും പഠിക്കുക എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അപ്പം വന്നതും മുമ്പുണ്ടായിരുന്നതും എല്ലാം കണക്കാ എന്നൊരു രീതിയിലായി പോകും. എന്നുവെച്ചാൽ അത്യാവശ്യം പാട് തന്നെയായിരുന്നു. എന്നാലും അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അസംബ്ലി ലാംഗ്വേജിൽ ചെയ്യുന്നത്, ഈ കോഡ് നമ്മൾ എഴുതുന്നു, ഇത് എന്നിട്ടൊരു കമ്പൈലറിലോട്ടോ ഇൻ്റർപ്രിറ്ററിലോട്ടോ കടത്തിവിടും. അപ്പോഴത്തേക്കും ഈ എഴുതിയിരിക്കുന്ന കോഡിന് കൺവെർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ഈ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലാക്കണം? മെഷീൻസിന് മനസ്സിലാവുന്ന കോഡ് 0s and 1s. ഈ കോഡ് മാത്രമാണ് മെഷീൻസിന് ഇന്നും മനസ്സിലാവുന്നത്. അന്ന് ചെയ്തു വെച്ച കോഡാണ് ഇന്നും മനസ്സിലാവുന്നത്. മെഷീൻ കോഡ്സ് തന്നെയാണ്. ഓക്കെ, അതാണ് അസംബ്ലി ലാംഗ്വേജ്. ഇത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി അസംബ്ലറൊക്കെ ഉപയോഗിച്ചാണ് ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ കമ്പൈൽ ചെയ്ത് മെഷീൻ കോഡ്സിലോട്ട് മാറ്റുന്നത്. അങ്ങനെ ഇത്രയും പ്രോഗ്രാം പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ട് നടന്നൊരു കാലഘട്ടത്ത് പിന്നെ വന്ന ഒരു ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു. ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത് തന്നെ ഈ കോഡ് കാണാൻ പറയാം, പ്രിന്റ് ഹലോ വേൾഡ്, ഇത്രയേ എഴുതിയാൽ മതി. ഇത്ര എഴുതുവാണെങ്കിൽ ഇത്രയും 0 0 0 1 0 1 1 ഇങ്ങനെ ഒരു ലോഡ് എഴുതുന്നതിന് ഈക്വലായി. അപ്പോൾ എന്താ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും എളുപ്പമായത്. ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജാണ്. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജാണ് നമ്മുടെ ആ മിഷൻ കോഡ്, അസംബ്ലി കോഡൊന്നും അധികം പഠിക്കേണ്ടി വരാതെ ഇപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ വലിയ കോഡുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അവിടെയുള്ള സി, ജാവ, പൈത്തൺ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്.
അതെല്ലാം ഫുള്ള് സാധാ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് എഴുതിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻസിന് നല്ലപോലെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, ഈ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജാണ് ഫോർട്രാൻ എന്ന് പറയും. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെല്ലാം ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ ഇതായിരുന്നു ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് ഫുള്ള് 1 0 1 0 എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈനറി ലാംഗ്വേജ് എന്നും പറയാറുണ്ട്. ഇത് മെഷീൻ കോഡ്സാണ്. ഇത് മെഷീൻസിന് മാത്രമാണ് ഇത് മനസ്സിലാവുന്നത്. ഹ്യൂമൻസിന് ഇത് വെച്ച് കോഡ് എഴുതാനൊക്കെ അത്യാവശ്യം നല്ല പാടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ലാംഗ്വേജാണ് പിന്നെ അസംബ്ലി ലാംഗ്വേജ്. ഇതും പഠിക്കുന്നത് അത്യാവശ്യം നല്ല പാടായിരുന്നു. അത് കഴിഞ്ഞ് അസംബ്ലി ലാംഗ്വേജ് അതിനെ അസംബ്ലർ ഉപയോഗിച്ച് അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഹ്യൂമൻസിന് പകുതി കഷ്ടപ്പെട്ടാൽ മാത്രം മതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് C++, ജാവ, പൈത്തൺ അങ്ങനത്തെ ഉള്ള ലാംഗ്വേജസ്. അതിനകത്ത് ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിരുന്നു. അതിലൂടെ നമുക്ക് എഴുതുന്ന ആ കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയും. നമ്മൾ എഴുതുന്ന ആ കോഡിനെ സോഴ്സ് കോഡ് എന്ന് പറയും. ആ സോഴ്സ് കോഡിനെ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ആ എഴുതിയിരിക്കുന്ന കോഡിനെ ഫുള്ളായിട്ടെടുത്ത് കൺവെർട്ട് ചെയ്ത് മെഷീൻ കോഡിലോട്ടാക്കും. ഇതാണ് കമ്പൈലറിൻ്റെയും അസംബ്ലറിൻ്റെയും ഒരു ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് കമ്പൈലർ, ഇൻ്റർപ്രറ്റർ അതും രണ്ടാണ്. കമ്പൈലർ എന്താണെന്ന് വെച്ചാൽ കമ്പൈലർ ആ ഹോൾ പ്രോഗ്രാം ഫുള്ളായിട്ട് എടുത്തായിരിക്കും കമ്പൈൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിരിക്കും. ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത ലൈനോ പോവാതെ അവിടെ തന്നെ ഇറർ കാണിച്ചു തരും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ഇറേഴ്സ് ആയിരിക്കും ഇൻ്റർപ്രറ്ററിനകത്ത് കാണിക്കുന്നത്. പക്ഷേ കമ്പൈലറിനാണെങ്കിൽ ഓൾ പ്രോഗ്രാം എടുത്തിട്ട് അത് അതിൻ്റെ ഫുള്ളായിട്ട് ഔട്ട്പുട്ട് അങ്ങ് തരും. ഇററാണെങ്കിൽ ആ പ്രോഗ്രാമിലുള്ള ഫുള്ള് ഇററും എഴുതി കാണിച്ചു തരും. ഇൻ്റർപ്രറ്ററാണെങ്കിൽ ഒരു ലൈൻ ഇറർ വന്നാൽ ആ ഇറർ കറക്റ്റ് ആക്കിയതിന് ശേഷമേ അടുത്ത ലൈനിലോട്ട് പോത്തുള്ളൂ. അങ്ങനെയാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പുതിയ വീഡിയോയിലേക്ക് കിടക്കാം.